ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ദയ ഇട്ട ആ വീഡിയോ കാരണം ദയയും ശബരിയും തമ്മിൽ വലിയ വാഗ്വാദം ഉണ്ടാവുകയാണ് കേട്ടോ. നീ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, നീ എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ, നീ ഇട്ട ആ ഒരു പോസ്റ്റ് അത് റിമൂവ് ചെയ്തേ പറ്റൂ, നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാന്നേ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ആർക്ക്? നിൻ്റെ അനുചേച്ചിക്ക് തന്നെ ഞാൻ വാക്ക് കൊടുത്തതാണ്. നീ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് അനുചേച്ചി എന്നെ വിളിച്ചത്. ആരോട് ചോദിച്ചിട്ടാണ് ശബരിയേട്ടൻ വാക്ക് കൊടുത്തത്? അതെ, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ആരും കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല. ആരും കൈ കടത്താൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയാം കേട്ടോ. എൻ്റെ ദയെ, നീ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണമെങ്കിലേ ഞാൻ പറയുന്നത് കൂടി അനുസരിക്കണം. അത് കൊള്ളാലോ, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദയ നീ വെറുതെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമല്ല. നിൻ്റെ സ്വാതന്ത്ര്യത്തിലേ ഞാൻ അല്ലാത്ത കൈ കടത്തിയൊന്നല്ലല്ലോ. ഇതുമൂലം നിൻ്റെ ചേച്ചിക്കും കുടുംബത്തിനും ഒരുപാട് പ്രശ്നം ഉണ്ടാവും. നീ എന്തിനാ അതിനൊക്കെ ഒരു കാരണക്കാരിയായി നിൽക്കുന്നതെന്ന് ശബരി ചോദിക്കാം കേട്ടോ. പക്ഷെ ദയ അമ്പനും വില്ലിനും അടുക്കുന്നില്ല. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമ്മുടെ വാസന്തി ചേച്ചി എണീറ്റ് വരികയാണ് കേട്ടോ. ധനേട്ടനാണെ പനി മാറിയിട്ടില്ലെന്നും പറഞ്ഞിട്ട് അനിതേൻ്റെ കയ്യിൽ നിന്ന് ഒരു ചുക്ക് കാപ്പിയൊക്കെ വാങ്ങി കുടിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ദയ താഴോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. ദയ ആണെങ്കിലോ ബാഗും എടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. താഴെ എത്തി ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ബാഗ് വെച്ചതിന് ശേഷം അനിതേച്ചി ആർത്ത് വിളിക്കുകയാണ് കേട്ടോ. അപ്പം നീ ഇവളെന്തിനാ കിടന്ന് വിളിക്കുന്നതെന്ന് ഓർത്ത് അനിതേച്ചിയും വാസന്തി ചേച്ചിയും അങ്ങോട്ട് ചെന്ന് നോക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അതാ ബാഗൊക്കെ പാക്ക് ചെയ്ത്. നീ ഇതെങ്ങോട്ടാ ബാഗൊക്കെ പാക്ക് ചെയ്തതെന്ന് അനിത ചോദിക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളിടത്തിലേക്ക് പോവുക. എൻ്റെ മോനെ എവിടെയെന്ന് ചോദിക്കാം കേട്ടോ. മോനെ ഉറങ്ങുക, എണീറ്റിട്ടില്ല. ഞാൻ അവനെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാം. നീ എന്തൊക്കെയായി പറയുന്നതെന്ന് വാസന്തി അനിതയും ചോദിക്കുകയാണ് കേട്ടോ. എന്താ നീയും ശബരിയും തമ്മിൽ എന്തെങ്കിലും വഴക്ക് നടന്നോ? വഴക്ക് നടന്നു, അത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ആ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റേ പിൻവലിച്ചില്ലെങ്കിലേ എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശം ഇല്ലയെന്നാണ് ശബരിയേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനൊക്കെ അവകാശമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോവുക. എൻ്റെ വീട്ടിൽ പോവുക എന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഉണ്ണിക്കുട്ടനെ എടുക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്ക് ശബരി വന്നു. നീ പോവുകയാണെങ്കിൽ പോയിക്കോ, കുഞ്ഞിനെ കൊണ്ടുപോകണ്ട. അങ്ങനെ പറയാൻ ശബരിയേട്ടൻ എന്താ അധികാരമുള്ളത്? അവനെ ഞാനാ പ്രസവിച്ചത്, അതുകൊണ്ട് ഞാൻ തന്നെ അവനെ കൊണ്ടുപോകും. നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിലേ അതുപോലെ തന്നെ ഉറച്ച തീരുമാനമാണ് എൻ്റെത്. ഉണ്ണിക്കുട്ടനെ എങ്ങാനും നീ എടുത്താൽ എൻ്റെ സ്വഭാവം നീ അറിയുന്നു പറയാം കേട്ടോ. ആയിക്കോട്ടെ, എന്നാൽ തൽക്കാലം ഞാൻ ഒറ്റയ്ക്ക് പോവുക. പക്ഷേ എൻ്റെ മോനെയും കൂടി കൂട്ടിക്കൊണ്ടുപോകാനേ ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് കാരണം പറഞ്ഞാൽ നിങ്ങൾ എന്നെ തടയാൻ നോക്കുന്നതെന്നേ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പെട്ടി എടുത്തിട്ട് പോയിട്ടോ. വാസന്തി അനിതയൊക്കെ പിന്നാലെ പോയെങ്കിലും തിരിഞ്ഞു പോലും നോക്കാതെ പോയിട്ടോ. എന്തായാലും ഈ സമയത്ത് ശബരിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് അനുപമയാണെങ്കിലോ വീട്ടിൽ ഇന്നാൾ പൂക്കൾക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കീടനാശിനി വാങ്ങിച്ചിരുന്നല്ലോ, അതെല്ലാം പൂവിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മോനെ ഇങ്ങോട്ട് വിച്ചുകുട്ടനെ ഇങ്ങോട്ട് വരുന്നത് ശ്രദ്ധിക്കണം, ഇതൊന്നും അവ ശ്വസിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ല ജൈവ കീടനാശിനി വാങ്ങിച്ചാൽ പോരെ എൻ്റെ അനു? ഇത് കുഴപ്പമില്ല ഇന്ദ്രേട്ടാ, അത് പച്ചക്കറികൾക്കൊന്നും അല്ലല്ലോ, പൂക്കൾക്കല്ലേ, അതുകൊണ്ട് ഇതാണ് നല്ലത്. പിന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിലല്ലേ നമ്മൾ കഴിക്കുന്നത്, ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നീ എന്തായാലും ആ ബോട്ടിലെടുത്ത് ശ്രദ്ധിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചേക്ക്, വിച്ചുട്ടൻ്റെ കൈ എത്തുന്നിടത്ത് എവിടെയും വെക്കരുതെന്ന് പറയാം കേട്ടോ. ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയണേ. അപ്പോഴേക്കും സുശീല ചായയൊക്കെ ഇട്ട് അങ്ങോട്ട് വന്നിട്ടോ. അനു ചായ കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അമ്മ എന്തിനാ ചായ ഇട്ടെ, ഞാൻ ഉണ്ടാക്കിക്കൊള്ളുമായിരുന്നല്ലോ. അതിനിപ്പോൾ എന്താ മോളെ, നീ വന്ന് ചായ കുടിക്ക്, ഞാൻ എന്തായാലും ഇത് ചെയ്യട്ടെ. നീ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ ഇന്നാൾ വാങ്ങിയില്ല അമ്മ കീടനാശിനി, അത് ഞാൻ ഈ ചെടികൾക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, അനു നിനക്ക് അറിയാലോ പറഞ്ഞത്, കുട്ടീൻ്റെ കൈ എത്താത്ത വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കണോ? അപ്പോൾ സുശീല പറയാണ്, നീ അത് ആ വാട്ടർ ടാങ്കിൻ്റെ അവിടെ ഇല്ലേ, അവിടെ കൊണ്ട് വെച്ചേക്ക്, ആ പൈപ്പിൻ്റെ എന്ന് പറയാം കേട്ടോ. ശരി, അവിടെ വെച്ചോളാമെന്ന് അനുപമ പറയുകയും ചെയ്ത് അവിടെ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു കേട്ടോ. അവനെ സുശീല പെട്ടെന്ന് തന്നെ അനുപമയോടും ഇന്ദ്രനോടും പറഞ്ഞു, എനിക്കിന്നേ പാർട്ടി ഓഫീസിൽ നേരത്തെ എത്തണം, അവരെന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പം തന്നെ പോവുകയെന്ന് പറയാം കേട്ടോ. അങ്ങനെ സുശീല അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് സുശീലയും സുകുമാരിയും ഒക്കെ കൂടി പാർട്ടി ഓഫീസിൽ പോയി. അവിടെ നിന്ന് സുശീലയുടെ ആ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് ഇതൊക്കെ കൊടുക്കുക കേട്ടോ. അതിലൊക്കെ സുശീല ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ പാർട്ടിയിലെ നേതാവ് പറയുകയും ചെയ്യാണ്, സുശീല എന്തായാലും ശക്തമായ ഒരു നേതാവ് തന്നെ ആവട്ടെ, എല്ലാം ഗംഭീരമായിട്ടുണ്ട് പോസ്റ്ററൊക്കെ എന്ന് പറയാം കേട്ടോ. പിന്നെ വാസന്തിക്കും ആ ഒരു എന്താ പറയുക, അവളുടെ ഭർത്താവുണ്ടല്ലോ ധനനും, അവനും ചെറിയൊരു മുഷിച്ചിലൊക്കെ ഉണ്ട്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ, പാർട്ടിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികം, അതുകൊണ്ടായിരിക്കും അവരിങ്ങോട്ട് കാണാത്തത് എന്ന് സുകുമാരി ചോദിക്കുമ്പോൾ
അതങ്ങനെ തന്നെ ആയിരിക്കും. അതൊന്നും സുശീല കാര്യമാക്കണ്ടെന്ന് പറയാണേ. എന്തായാലും പ്രചാരണമൊക്കെ തുടങ്ങിക്കോട്ടെ. പിന്നെ കുറച്ചുകൂടി ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ എടുത്ത പിള്ളേരുണ്ടായിരുന്നല്ലോ, അവർ സ്നേഹയൊക്കെ അവരും വന്നിട്ടുണ്ട്. അങ്ങനെ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകുന്ന വഴിയാണ് സ്നേഹ സുശീലയോട് പറയുന്നത്, ആൻറ്റി ആ സോഷ്യൽ മീഡിയയിൽ ദയ എന്ന് പറയുന്ന അവരിട്ട ആ പോസ്റ്റ് ഇതുവരെ പിൻവലിച്ചില്ലല്ലോ, ഏത് പോസ്റ്റാണ് മോളെ എന്ന് സുശീല ചോദിക്കാം കേട്ടോ. ആൻറ്റിക്കെതിരെ ദയ എന്ന് പറഞ്ഞ ഒരു ആള് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. എനിക്കെതിരെയോ? അനുചേച്ചി പറഞ്ഞില്ലേ ആ ഒരു വീഡിയോ, അതിനെതിരെയാണ്. ദയോ? അനുചേച്ചിയുടെ അനിയത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാം കേട്ടോ. അപ്പം തന്നെ സുകുമാരി പറഞ്ഞു, അതെ സുശീല ചേച്ചി, ഞാനും കണ്ടായിരുന്നു ആ വീഡിയോ. ആ വീഡിയോ എങ്ങാനും പാർട്ടിക്കാർ കണ്ടാലേ ചേച്ചി എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ പറയണം. അല്ല, അപ്പം അനുചേച്ചി ആൻറ്റിയോട് പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റിൻ്റെ കാര്യം? ഇല്ല, എന്നോട് പറഞ്ഞില്ല. ചിലപ്പം ഞാൻ അറിയുന്നതിന് മുന്നേ തന്നെ അത് ദയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അനു എന്നോട് പറയാത്തതെന്ന് സുശീല പറയാം കേട്ടോ. അങ്ങനെയായിരിക്കും. പക്ഷേ അവർ ഇതുവരെ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പം തന്നെ സുകുമാരി പറഞ്ഞു, സുശീലേച്ചി, ഈ ദയാന്ന് പറയുന്നവളെ ആ ഒരു എന്താ പറയുക, വാസന്തിൻ്റെയും ധനൻ്റെയും വീട്ടിലുള്ളതല്ലേ? ആ വാസന്തിൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ അവള്? മിക്കവാറും ആ വാസന്തി സുശീലേച്ചിക്ക് ഇട്ട് പണി വെച്ചതായിരിക്കും. ചേച്ചി എങ്ങാനും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്തായാലേ അവൾക്ക് സ്ഥാനാർത്ഥിയാവാലോ, അതായിരിക്കും. എന്നാൽ വാ സുകുമാരി, നമുക്ക് പെട്ടെന്ന് അവിടെ പോവാം. ആ വീഡിയോ വൈറലാവുന്നതിന് മുന്നേ അവളെ നേരെ കണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാം. വാ ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ ശബരീൻ്റെ വീട്ടിലേക്ക്. ആ സമയത്ത് ശബരീൻ്റെ അച്ഛൻ വന്ന് അച്ഛനോട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. ദയ എന്തായാലും പിണങ്ങി പോയല്ലോ. വാസന്തി കാരനായിരിക്കും അവൾ പിണങ്ങി പോയത്. വാസന്തി ആയിരിക്കും ഇങ്ങനെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് അവളെ പിരികേറ്റി വിട്ടത്. അതുകൊണ്ടായിരിക്കും അവൾ സുശീലയ്ക്കെതിരെ ഓരോന്ന് പറഞ്ഞത്. നീ എന്തായാലും തിരിച്ചു വരുമ്പോൾ അവളെ കൂട്ടി വരണം എന്നൊക്കെ ശബരീൻ്റെ അച്ഛൻ പറയാം കേട്ടോ ശബരീനോട്. അച്ഛൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഇവിടുത്തെ കൊടുക്കുന്ന സ്വാതന്ത്ര്യം പോരാന്നും പറഞ്ഞ് പോയതല്ലേ, അവൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അവിടെയാണെന്നല്ലേ പറഞ്ഞേ, അവിടെ നിൽക്കട്ടെ, അവിടെ മതിയാവുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ അവൾ എന്ന് പറഞ്ഞിട്ട് ശബരി പോവുകയാണ് കേട്ടോ, വർക്കിന് പോകാൻ നോക്കുക. എന്നാൽ സ്കൂട്ടി സ്റ്റാർട്ടാക്കാൻ നിൽക്കുന്ന സമയത്താണ് സുശീലയും സുകുമാരിയും കൂടി അകത്തേക്ക് കയറി വരുന്നത്. ശബരി, നീ ഇവിടെ ഉള്ളത് നന്നായി. എൻ്റെ ശബരി, നീ അറിഞ്ഞുകൊണ്ടാണോ ഈ വീട്ടിൽ ഇതുപോലെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ആൻറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ദയ സോഷ്യൽ മീഡിയയിൽ ആൻറ്റിക്കെതിരെ പോസ്റ്റ് ചെയ്തോ അതിനെക്കുറിച്ചാണോ? അത് തന്നെ. നീ എത്രയും പെട്ടെന്ന് അതൊന്ന് അവളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കേണ്ട ശബരി. അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൾക്ക് എവിടുന്ന് ധൈര്യം കിട്ടി എനിക്കെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ? സുശീല അത് പറഞ്ഞതും ശബരി പറഞ്ഞു, അനുചേച്ചി എന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ആ ഒരു വീഡിയോ, ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ദയോട് പറഞ്ഞതാ. പക്ഷേ അവൾ ഒരു തരത്തിലും അടുക്കുന്നില്ല ആൻറ്റി. പിന്നെ ഭാര്യയാണെന്ന് കരുതി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ എത്രയെന്ന് വെച്ചാൽ നമ്മൾ കൈ കടത്തുകയെന്ന് ശബരി പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വാസന്തി അങ്ങോട്ട് വന്നു കേട്ടോ. എൻ്റെ പൊന്നു വാസന്തി, നീയും ധനുനും എല്ലാവരും കൂടി വീട്ടിൽ വന്നിട്ടല്ലേ എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്? എന്നിട്ട് നീയൊക്കെ ഇതിന് കൂട്ടു നിൽക്കുകയാണോ? എൻ്റെ സുശീല ചേച്ചി, ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്നറിയാം ദയയോട്. പക്ഷേ ദയ കൂട്ടാക്കണ്ടേ? ദയ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, അവൾ ആ വീഡിയോയിൽ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സത്യമാണെന്നാ. സത്യമായിട്ടുള്ളൊരു കാര്യം എല്ലാവരും അറിയുന്നതിൽ എന്താ തെറ്റെന്ന് അവൾ ചോദിക്കുന്നത്. അത് കേട്ടതും നമ്മുടെ സുകുമാരി പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഈ വാസന്തിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവളായിരിക്കും ദയനെ എരിപരി ഏറ്റി വിട്ടത് ഇവൾക്ക് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട്. അതെ, ഞാനേ പാർട്ടീൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാറുമുണ്ട്. എന്നിട്ട് എവിടുന്നോ വന്ന ഒന്നിനും കൊള്ളാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എനിക്ക് വേദനിക്കും. എനിക്കതിൽ താല്പര്യമില്ലാതിരിക്കുന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് നമ്മുടെ ശബരി പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുശീല ശബരിയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ശബരി, നീ എന്തായാലും ദയെ ഒന്ന് വിളിക്കി. അവളെ നേരിട്ട് കണ്ട് ഞാൻ സംസാരിച്ചാലേ അവൾ ചിലപ്പം അത് പിൻവലിച്ചോളും. അതിന് ദയ ഇവിടെ ഇല്ലയെന്ന് അപ്പോൾ അനിത വന്ന് പറയാം കേട്ടോ. വാസന്തിയാണ് അകത്തേക്ക് പോവുകയും ചെയ്തു. ദയ ഇവിടെ ഇല്ലേ? അപ്പോൾ ശബരി പറഞ്ഞു, അവൾ ഞാനും തമ്മിൽ ഇതിൻ്റെ പേരിൽ വഴക്കായി, അതുകൊണ്ട് അവൾ വീട്ടിൽ പോയതാന്ന് ആദ്യം അനിതയാണ് കേട്ടോ പറയുന്നത്. ശബരിയായിട്ട് ഇതിൻ്റെ പേരിൽ അവൾ വഴക്കിട്ടു, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ശരിയാണോ ശബരി എന്ന് സുശീല ചോദിക്കുകയാണ് ശബരിയോട്. അതേന്നുള്ള അർത്ഥത്തിൽ ശബരി തലയാട്ടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സുശീല എന്തായാലും എന്താ പറയുക, ദയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. അവിടെയാണെങ്കിൽ അമ്പിളിയും അതേപോലെ തന്നെ ദയ മാത്രമാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇതേ സമയത്ത് ദയ തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾ വീട്ടിലെത്തിയപ്പോൾ മഞ്ചാടിയായിരുന്നു ഉമ്മറത്തുണ്ടായിരുന്നത്. എന്താ ദയേച്ചി ബാഗൊക്കെ ആയിട്ട്? ഉണ്ണിക്കുട്ടനും ശബരിയേട്ടനും എവിടെയെന്ന് ചോദിച്ചപ്പോൾ ദയ എൻ്റെ ബാഗിലുണ്ടെന്ന് പറയാം കേട്ടോ. ചേച്ചി വഴക്കിട്ടാണല്ലേ അവിടുന്ന് വന്നത്. ആ ദേഷ്യം എന്തിനാണ് എന്നോട് കാണിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാന്നൊക്കെ ചോദിക്കാം കേട്ടോ.
അപ്പോഴേക്കും ചിലങ്കിയും അനന്തമാഷും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടോ. ഇതെന്താ, നിങ്ങളെവിടേക്കെങ്കിലും പോവാൻ നിൽക്കുകയാണോ? ആ, അതെ, എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെ വിനയേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയെന്ന് പറയാം കേട്ടോ. ആ, അത് ശരി. അല്ല, നീ എന്താ? ഓ, എനിക്ക് അവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലെയുള്ള സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയാം കേട്ടോ. ഇവളെന്തായാലും വഴക്കിട്ട് വന്നാന്ന് മനസ്സിലായി. എന്തായാലും നീ കയറിയിരിക്കും, ഞങ്ങൾ പോയി വന്നിട്ടേ അച്ഛൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരൂ. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും ശബരിയേട്ടൻ സമ്മതിക്കുന്നില്ലേ? ഇത് ചോദിക്കണോ അച്ഛാ? ഇതെന്താ ശബരിയേട്ടൻ ഇങ്ങനെയായി പോയത് എന്നൊക്കെ നമ്മുടെ മഞ്ചാടി പറയാം കേട്ടോ. അങ്ങനെ എന്തായാലും അനന്തമാഷ് പറഞ്ഞു, നീ എന്തായാലും കയറിയിരിക്കും, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടോ. ഭാനു അമ്മയും അകത്തുണ്ടായിരുന്നേ. അപ്പം വാ ദയേ, നീ എന്തായാലും കയറി വാ, നീ എന്ത് പോസ്റ്റാണ് ഇട്ടതെന്ന് ഞാനൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ദയയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഭാനുവമ്മ ഉമ്മറത്തുനിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒന്നുമില്ലാതെ ഈ ശബരി ഇവളും തമ്മിൽ വഴക്കിട്ട് ഇവളിങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ ഇവൾ കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ടാവും, എന്തോ ഗുലുമാല ഇവളെ ഒപ്പിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ സുശീല ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും അറിയല്ലോ. ഇനിയിപ്പോൾ അനന്തമാഷ് നേരിട്ട് പറഞ്ഞാൽ പോലും ദയ ആ പോസ്റ്റ് പിൻവലിക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.